അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു അപകടം തീർച്ചയായിട്ടും നമുക്കുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും. അപകടം മാത്രമല്ല, അതിക്രമങ്ങൾ, അത് ജോലിസ്ഥലത്തായാലും കുടുംബത്തിനുള്ളിലായാലും ഏത് സാഹചര്യത്തിലായാലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എല്ലാത്തിനെയും അതുണ്ടാക്കുന്ന ആഘാതം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും പ്രയാസത്തിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ PTSD എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറുകയും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടു, അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നുണ്ടാകുന്ന മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായാൽ അതിനെ കൃത്യമായിട്ട് ആ സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നതിന്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവരോട് പ്രതികാരം ചെയ്യാൻ സാധിക്കാതെ പോയി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ നേടിക്കൊടുക്കാൻ സാധിക്കാതെ പോയി, അല്ലെങ്കിൽ ആ സമയത്ത് പേടിയോ ഭയമോ മറ്റുള്ളവരെന്ത് കരുതും എന്നൊക്കെയുള്ള ചിന്തയോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ കുറ്റക്കാരിയാക്കുമോ അല്ലെങ്കിൽ എന്നെ കുറ്റക്കാരനാക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു അരക്ഷിതാവസ്ഥ കൊണ്ട് ഇത് മറ്റാരോടും പറയാൻ സാധിക്കാതെ അങ്ങനെ അത് വെച്ചിട്ട് ജീവിതം ബുദ്ധിമുട്ടിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർക്ക് അത് എവിടെങ്കിലും ഒക്കെ എത്തുമ്പോൾ ആ ഒരു വൈറസ് ബാധിച്ചതുപോലെ അതൊരു രോഗാവസ്ഥയായിട്ട് പുറത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സെൽഫ് കമ്പാഷൻ ആണ്, നമ്മളോട് തന്നെയുള്ള ഒരു കരുതലാണ്. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെ കണക്കിലെടുക്കുകയും ഇത് തുടർന്ന് പോകുന്ന ഒരു ലിങ്കറിങ് ട്രോമയായിട്ട് വരാതെ, അല്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രോമയായിട്ട് പോകാതെ വേണ്ട രീതിയിൽ തെറാപ്പികൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇങ്ങനെ മാനസികപരമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കി എടുക്കണമെന്നില്ല. കാരണം എപ്പോഴും അവിടെ ആ ഒരു വേദിയിലേക്ക് നമ്മൾ നമ്മുടെ ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് ട്രോളുകൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ അങ്ങനെ ഒരു സ്ട്രെസ് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഘാതം നേരിട്ടിട്ടുള്ള ഒരാൾക്ക് അത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ അനുഭവിച്ചറിയുന്ന ഒരു മനുഷ്യന്റെ വ്യത അവന് മാത്രമാണ് അറിയാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഏറ്റവും സുരക്ഷിതമെന്ന് വിചാരിക്കുന്ന ഒരിടത്ത് നിന്ന് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്ന മനുഷ്യന് അവിടെ വെച്ച് പ്രതികരിക്കാൻ കഴിയാതെ പോകുമ്പോൾ ആ ദേഷ്യവും സങ്കടവും അല്ലെങ്കിൽ ആ നിസ്സഹായ അവസ്ഥയും ഒക്കെ പല രീതിയിൽ അവർ പുറത്തേക്ക് കാണിക്കുകയും അല്ലെങ്കിൽ ആ ഒരു ജെൻഡറിൽപ്പെട്ട ആളുകളോട് എല്ലാ കാലത്തേക്കുമുള്ള ഒരു വൈരാഗ്യമായിട്ട് മാറും. അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യുന്ന ആളുകളോട് എപ്പോഴും ഒരു ഇഷ്ടക്കേടുണ്ടാവും, അല്ലെങ്കിൽ അവരെ എപ്പോഴും അകറ്റണമെന്നും ഒറ്റപ്പെടുത്തണമെന്നും തോന്നും. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ നെഗറ്റീവായിട്ട് അവരെ എങ്ങനെയും തകർക്കുക എന്ന രീതിയിലേക്ക് ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകും. അല്ലെങ്കിൽ അത്രത്തോളം മറ്റൊരു മനുഷ്യനോടുള്ള ഒരു വൈരാഗ്യവും ദേഷ്യവുമായിട്ടൊക്കെ ഇത് മാറി വരാം. ഇത് ആ ഒരു വ്യക്തിയോട് തന്നെ ആവണം എന്നില്ല, ആ ജോലി ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ ഒരു ജെൻഡറിൽപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽപ്പെട്ട ആളുകളോടൊക്കെ ആ ഒരു ദേഷ്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള തെറാപ്പികൾ കൊടുക്കുകയും ഒരു ഡോക്ടറെ കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ഒരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തി തന്നെയാണ്. വേറെ ഏത് കാര്യത്തിനുണ്ടാവുന്നത് പോലെയും മാനസികാരോഗ്യ പ്രശ്നങ്ങളോടുമുള്ള സഹാനുഭൂതിയോടുകൂടിയുള്ള ഒരു സമീപനം ഉണ്ടാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.